ശിവപുരാണം വിഭാഗം 1 വിദ്യേശ്വര സംഹിത അധ്യായം 8 നന്ദികേശ്വരൻ പറഞ്ഞു. ബ്രഹ്മാവിന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ മഹാദേവൻ ഭൈരവനെ തന്റെ നെറ്റിയുടെ മധ്യത്തിൽ നിന്ന് സൃഷ്ടിച്ചു. ഈ ഭൈരവൻ യുദ്ധക്കളത്തിൽ തമ്പുരാന്റെ മുമ്പിൽ മുട്ടുകുത്തി പറഞ്ഞു, അല്ലയോ, ഞാൻ എന്തു ചെയ്യണം? ദയവായി നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എനിക്ക് വേഗത്തിൽ തരൂ. പ്രിയേ, ഇതാ പ്രപഞ്ചത്തിലെ ആദ്യത്തെ ദേവനായ ബ്രഹ്മാവ്. നിങ്ങളുടെ മൂർച്ചയുള്ള വേഗത്തിലുള്ള ചലിക്കുന്ന വാളുകൊണ്ട് അവനെ ആരാധിക്കുക. അഹങ്കാരത്തോടെ അസത്യം പറഞ്ഞതിന് കുറ്റക്കാരനായ ബ്രഹ്മാവിന്റെ 5ാമത്തെ തലയുടെ മുൾമുനയിൽ അവൻ തന്റെ ഒരു കൈകൊണ്ട് പിടിച്ചു. കൈകൾ കൊണ്ട് അത് മുറിക്കാനായി അവൻ തന്റെ വാൾ കോപത്തോടെ കുലുക്കി. നിന്റെ പിതാവ് ചുഴലിക്കാറ്റിൽ ഒരു പ്ലാവ് പോലെ വിറച്ചു. അവിടെയും ഇവിടെയും ചിതറിക്കിടക്കുന്ന ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ ഇളകി, അഴിഞ്ഞു. മാലയിട്ട് സ്ഥാനഭ്രംശം, മേൽവസ്ത്രമഴിഞ്ഞു. തിളങ്ങുന്ന മുഴകൾ ഇളകി, ഭൈരവന്റെ പാദങ്ങളിൽ വീണു. അതിനിടയിൽ ബ്രഹ്മത്തെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന സഹതാപമുള്ള അച്യുതൻ ഞങ്ങളുടെ ഭഗവാന്റെ താമര പോലെയുള്ള പാദങ്ങളിൽ കണ്ണുനീർ പൊഴിക്കുകയും കൈപ്പത്തികൾ ചേർത്തുപിടിച്ച് ഒരു കുട്ടി പിതാവിനോട് അപേക്ഷിക്കുന്ന വാക്കുകളെപ്പോലെ ഭക്തിയോട് പറഞ്ഞു. അച്യുത പറഞ്ഞു, പണ്ടേ അവന് പ്രത്യേക ചിഹ്നമായി 5 തലകൾ നൽകിയത് അങ്ങയാണ്. അതിനാൽ അവന്റെ ആദ്യത്തെ കുറ്റം ക്ഷമിക്കണം. ദയവായി അവനെ സഹായിക്കൂ. അച്യുതൻ അഭ്യർത്ഥിച്ച് ഭഗവാൻ അനുദപിക്കുകയും എല്ലാ ദേവന്മാരുടെയും സാന്നിധ്യത്തിൽ ബ്രഹ്മത്തെ ശിക്ഷിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഭൈരവനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ തന്റെ കഴുത്തു കുനിഞ്ഞ വഞ്ചകനായ ബ്രഹ്മാവിന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, ഹേ ബ്രഹ്മ, ജനങ്ങളിൽ നിന്ന് മാനം കവർന്നെടുക്കാൻ വേണ്ടി നീ പരുഷമായ രീതിയിൽ ഭഗവാന്റെ വേഷം ധരിച്ചു. അതിനാൽ നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കില്ല. നിങ്ങൾക്ക് സ്വന്തമായി ക്ഷേത്രമോ ഉത്സവമോ ഉണ്ടാകില്ല. ബ്രഹ്മാവ് പറഞ്ഞു, പ്രസാദിക്കണമേ. ഹേ തഴച്ചുവളരുന്നവനെ, എന്റെ ഈ ശിരസ് തന്നെ ഒരു വലിയ അനുഗ്രഹമായും ഞാൻ കരുതുന്നു. പർവ്വതത്തെ വില്ലായി ചലിപ്പിക്കുന്ന നാഥനും ബന്ധുവും പ്രപഞ്ചത്തിന്റെ ഉപജ്ഞാതാവും സഹനശീലനും വൈകല്യങ്ങൾ പൊറുക്കുന്നവനും പരോപകാരിയുമായ അങ്ങേക്ക് പ്രണാമം. ഈശ്വരൻ പറഞ്ഞു, കുഞ്ഞേ, ഒരു രാജാവിനോടുള്ള ഭയം നഷ്ടപ്പെട്ടാൽ ഈ പ്രപഞ്ചം മുഴുവൻ നശിക്കും. അതിനാൽ നിങ്ങൾ കുറ്റവാളികൾക്ക് ശിക്ഷ നൽകുകയും ഈ പ്രപഞ്ചത്തിന്റെ ഭരണഭാരം വഹിക്കുകയും ചെയ്യുന്നു. കിട്ടാൻ പ്രയാസമുള്ള മറ്റൊരു അനുഗ്രഹം ഞാൻ നിനക്ക് തരാം. ഗാർഹികവും പൊതുവുമായ എല്ലാ യാഗങ്ങളിലും നിങ്ങൾ അധിഷ്ഠിത ദേവതയായിരിക്കും. ഒരു യാഗം എല്ലാ അനുബന്ധ ചടങ്ങുകളോടും പണദാനങ്ങളുടെ വഴിപാടുകളോടും കൂടി പൂർത്തിയായാലും നിങ്ങളില്ലാതെ അത് ഫലശൂന്യമായിരിക്കും. അനന്തരം ഭഗവാൻ വഞ്ചകനായ കേതകപുഷ്പത്തിന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, ഹേ കേതകപുഷ്പമേ, നീ തെമ്മാടിയും വഞ്ചകനുമാണ്. ഇവിടെ നിന്ന് പോകൂ. ഇനി മുതൽ നിങ്ങളെ എന്റെ ആരാധനയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ എല്ലാ ദേവന്മാരും പുഷ്പത്തിന്റെ സാന്നിധ്യം തന്നെ ഒഴിവാക്കി. കേതകൻ പറഞ്ഞു, അങ്ങയെ പ്രണമിക്കുന്നത് എന്റെ ജന്മം തന്നെ നിഷ്ഫലമാണെന്നാണ്. എന്റെ പാപം ക്ഷമിച്ചുകൊണ്ട് അത് ഫലവത്കരിക്കാൻ പ്രസാദിക്കട്ടെ. ബോധപൂർവമായോ അറിയാതെയോ ചെയ്യുന്ന എല്ലാ പാപങ്ങളെയും ശമിപ്പിക്കാൻ നിന്റെ സ്മരണ പ്രസിദ്ധമാണ്. ഇപ്പോൾ ഞാൻ നിന്നെ കണ്ടുകഴിഞ്ഞാൽ അസത്യം പറഞ്ഞതിന്റെ പാപം എന്നെ എങ്ങനെ തളർത്തും? സഭാമധ്യത്തിൽ ഇപ്രകാരം അപേക്ഷിച്ചുകൊണ്ട് യജമാനൻ പറഞ്ഞു, എനിക്ക് നിന്നെ ധരിക്കുന്നത് ശരിയല്ല. ഞാൻ കർത്താവാണ്. എന്റെ വാക്കുകൾ സത്യമായി തുടരണം. എന്റെ പരിചാരകരും അനുയായികളും നിന്നെ ധരിക്കും. അതിനാൽ നിന്റെ ജന്മം സഫലമാകും. തീർച്ചയായും എന്റെ വിഗ്രഹത്തിന് മുകളിലുള്ള മേലാപ്പുകളിൽ നിങ്ങൾക്ക് അലങ്കാരത്തിനായി ഉപയോഗിക്കാം. ഭഗവാൻ അങ്ങനെ 3 പേരെയും അനുഗ്രഹിച്ചു. കേതകം, ബ്രഹ്മാവ്, വിഷ്ണു, ദേവന്മാർ യഥാവിധി സ്തുതിച്ച നിയമസഭയിൽ അദ്ദേഹം തിളങ്ങി.